എല്ലാ പ്രിയ കൂട്ടുകാർക്കും കോട്ടയം ചായൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം. ദമാമിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനയാത്രയുടെ ആ ഒരു സന്തോഷവും ആ ഒരു അനുഭവവും നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബോർഡിങ് ഒരല്പം നേരത്തെ കഴിഞ്ഞതിനാൽ ദമാമിലെ പ്രീമിയം പ്ലാസ തന്നെ യൂസ് ചെയ്യുവാൻ ഉപയോഗിച്ചു. പ്രീമിയം പ്ലാസ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ലോഞ്ചാണ്. മനോഹരമായ ഒരു ലോഞ്ച്, മനോഹരമായ കാർപ്പറ്റുകൾ, മനോഹരമായ ചെയറുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുന്ന വളരെ സുന്ദരവും വൃത്തിയുമുള്ള ഒരു ലോഞ്ചാണ് പ്രീമിയം പ്ലാസ എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റ് സൗകര്യവും അതുപോലെ തന്നെ സിറ്റിംഗ് സൗകര്യവും എല്ലാമുള്ള ഒരു മനോഹരമായ ലോഞ്ച്. ഒരു ന്യൂനത എന്ന് പറയുവാനായിട്ട് സ്മോക്കിംഗ് ഏരിയയും റെസ്റ്റ് റൂമും ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഒരു ന്യൂനത എന്ന് പറയുന്നത്. മനോഹരമായ ഫുഡുകളും അതിനേക്കാൾ രുചികരമായ ജ്യൂസുകളും സോഫ്റ്റ് ഡ്രിങ്കുകളും സ്വീറ്റ്സുകളും എല്ലാം ഒരുക്കിയിരുന്ന ഒരു നല്ല ഒരു ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. എയർപോർട്ട് ലോഞ്ചുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് നമുക്ക് ഈ ലോഞ്ചുകൾ ഉപയോഗിക്കാം. അല്പം നേരത്തെയൊക്കെ വരുന്ന യാത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ടെർമിനലിൽ പോയി വെയിറ്റ് ചെയ്യാതെ കണ്ട് ഈ ലോഞ്ചുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ഫ്രഷ് ചെയ്യുവാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏകദേശം 1.5 മണിക്കൂർ ഞാൻ ആ ലോഞ്ചിനകത്ത് റെസ്റ്റ് എടുത്തു. ആവശ്യത്തിനുള്ള ഫുഡും കഴിച്ചു. അല്പം ജ്യൂസും ഒക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ പോയത് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലേക്കാണ്. പുറത്തുനിന്നും അധികം സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ കുട്ടികൾക്കുള്ള അല്പം ചോക്ലേറ്റുകൾ നോക്കാം എന്ന് കരുതി ഞാൻ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലേക്ക് പോയി. പുറത്ത് വിലകൾക്ക് സാമ്യമായ സെയിം വിലകൾ തന്നെയായിരുന്നു അകത്തുകൊണ്ടായിരുന്നത്. അതുകൊണ്ട് 1-2 ചോക്ലേറ്റുകൾ മാത്രം വാങ്ങിക്കൊണ്ട് നേരെ വിമാനത്തിലേക്കുള്ള യാത്ര. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന വിമാനത്തിലാണ്. ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് ഇപ്പോൾ ഡയറക്റ്റായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമുള്ളതിനാൽ ഞാൻ ആ ഫ്ലൈറ്റ് യൂസ് ചെയ്തത്. അങ്ങനെ മരുഭൂമിയെ വിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ആ വിമാനം പതുക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുവാൻ തുടങ്ങി. ഉയരത്തിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പേടിയും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മേഘങ്ങൾക്കിടയിലൂടെ എൻ്റെ യാത്ര വളരെ സന്തോഷമുള്ളതായിരുന്നു. കാണാത്ത അനേകം കാഴ്ചകൾ അതിനോട് കാണുവാൻ തക്കവണ്ണം ഇടയായി. പ്രത്യേകിച്ചും വിൻഡോയിലൂടെ ഒരു സമയത്തിന് ഏകദേശം വൈകുന്നേര സമയം ഞാൻ നോക്കിയപ്പോൾ ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുന്ന ആ മനോഹരമായ ദൃശ്യം എൻ്റെ കണ്ണിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ക്യാമറ കണ്ണുകളിൽ ഞാനതിനെ ഒപ്പിയെടുത്തു. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അതെ, പുതിയ സ്വപ്നങ്ങളും പുതിയ ആഗ്രഹങ്ങളുമായി വീണ്ടും സ്വന്തം നാട്ടിലേക്ക്. നിങ്ങളുടെ സ്വന്തം കോട്ടയംകാരൻ അച്ചായൻ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.